തുടക്കം ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന ചിത്രത്തിൻ്റെ ശനിയാഴ്ച ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ അപേക്ഷിച്ച് ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെയാണ് ശനിയാഴ്ച ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച നമ്മൾ ഞെട്ടി, കാരണം നമ്മൾ പ്രതീക്ഷിച്ചൊരു 4.5 കോടി രൂപയാണ് വേൾഡ് വൈഡ് എങ്കിൽ കിട്ടിയത് ഏകദേശം 7 കോടി രൂപയ്ക്കടുത്താണ് കളക്ഷൻ എത്തിയിരിക്കുന്നത്. ഗൾഫ് മേഖലയാണ് ഞെട്ടിപ്പിച്ചത്. കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഗൾഫ് മേഖലയിൽ നിന്നുണ്ടാകുന്നു. ഇതിനിടയിൽ ഇന്നത്തെ കളക്ഷൻ അഡ്വാൻസ് സെയിൽ തന്നെ ഏകദേശം 1,09,00,000 എത്തുന്നു. ഇന്നലെ ഇതേ സമയത്ത് ആദ്യ റിലീഫ് ദിവസമായ ഇന്നലെ 77 ലക്ഷം രൂപയായിരുന്നു അഡ്വാൻസ് സെയിലെങ്കിൽ ഇന്ന് 1,09,00,000 എത്തുന്നു. അതുപോലെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം 3 കോടിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ ട്രാക്കിംഗ്. അപ്പോൾ കേരളത്തിൽ ഇന്നുകൊണ്ട് 3.5-4 കോടി റേഞ്ചിലേക്ക് കേരള കളക്ഷൻ ഇന്ന് മാത്രമായിട്ട് എത്തും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ കേരളത്തെ കളക്ഷൻ ഏകദേശം 6-6.5 കോടി റേഞ്ചിന് മുകളിലേക്ക് എത്തും. വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഏകദേശം ഇന്നലെ 7 കോടി രൂപയ്ക്ക് അടുത്താണ് കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് 7.5-8 കോടി രൂപ കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഏകദേശം 14-15 കോടിയിലേക്ക് തുടക്കം എത്തുന്നു. മികച്ചൊരു തുടക്കമല്ലേ? ഒരു പുതുമുഖ നായിക, പുതുമുഖ വില്ലൻ, ഇവരെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ലാലേട്ടൻ ഇടയ്ക്ക് വന്നുപോയെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഈ ചിത്രം വളരെ ഭദ്രമായിരുന്നു. ഈ കളക്ഷനൊന്നും എനിക്ക് തോന്നുന്നു ആരും പ്രതീക്ഷിച്ചില്ല. ഇതിനിടയിൽ വിസ്മയുടെ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് വിസ്മയ്ക്ക് ഭയങ്കര ഡീഗ്രേഡിങ് ആയിരുന്നു. ഇതൊന്നും ചിത്രത്തെ ബാധിച്ചില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചിത്രം നല്ലതാണെങ്കിൽ ഒരു ഡീഗ്രേഡും ചിത്രത്തെ ബാധിക്കത്തില്ല. അതുതന്നെയാണ് തുടക്കം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. തുടക്കം വൈകാതെ 50 കോടിയിലേക്ക് എത്തും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുക. കാരണം 50 കോടി ചിത്രമാണ്, 100%. അത് 100 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയൂ. ഇപ്പം ബുക്കിംഗ് നോക്കുമ്പോഴും ഏകദേശം 10,000 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റുമാറുന്നത്. ഇന്നലെ 1,34,000 ടിക്കറ്റാണ് ഇന്നലെ വിറ്റുമാറിയെങ്കിൽ ഇന്നും ആ റേഞ്ചിൽ തന്നെ ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തേനേക്കാൾ കൂടുതൽ ടിക്കറ്റ് വിൽപ്പന ഇന്നും ഉണ്ടാകുന്നുണ്ട്. മിക്കവാറും തിയേറ്ററിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഫ്രീ ജനങ്ങൾ ഇരച്ചു കീറുന്നു, ഇരുകൈ നീട്ടി അവർ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ജനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. പുരുഷ മേധാവിത്വമാണ് പലപ്പോഴും സിനിമയിൽ കാണുന്നത്. അതൊക്കെ തന്നെ വൻ ഹിറ്റാകുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഫ്രീ തന്നെ മുഖ്യ കഥാപാത്രമാകുന്ന ഒരു ചിത്രം, വിസ്മയ മോഹൻലാൽ മുഖ്യ കഥാപാത്രമാകുന്ന ചിത്രം ഇരുകൈ നീട്ടി ഫ്രീ പ്രേക്ഷകർ സ്വീകരിക്കുന്നു, കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കുന്നു. അപ്പം ഞായറാഴ്ച ഇതുക്കും മേലെ ഒരു കളക്ഷൻ ആയിരിക്കാം ഞായറാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഞായറാഴ്ച കൊണ്ട് 20-25 കോടി റേഞ്ചിലേക്ക് ചിത്രം എത്തും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ടിക്കറ്റ് വിൽപ്പനയും അതുതന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ മറ്റൊരു ചിത്രം കൂടി സൂപ്പർ ഹിറ്റിലേക്ക് മാറുന്നു. മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ച ആദ്യ എന്ന ചിത്രവും 65 കോടി നേടി മികച്ച തുടക്കമായിരുന്നു കുറിച്ചത്. അതുക്കും മേലെയായിരിക്കാം വിസ്മയുടെ തുടക്കം. അങ്ങനെ ലാലേട്ടനും മക്കളുമൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാത്തിരിക്കാം തുടക്കത്തിൻ്റെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.